राधा माधवा कुञ्ज विहारी जय गोपी जनवल्लभा गिरिवरधारी जय गोपी जनवल्लभा गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारे यमुना माधवा कुञ्ज विहारी जय राधा माधवा कुञ्ज विहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी जय जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारे यमुनतीरावनचारे जय राधा माधवा कुञ्ज विहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारी जय राधा माधवा कुञ्ज विहारी जय राधा माधवा कुञ्ज विहारी हरे कृष्णा कृष्ण कृष्ण हरे हरे राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपादा प्रभुपादा शील प्रभुपाद जय गुरुदेवा गुरुदेवा जय गुरुदेवा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च
ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. വിഭൂതി യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 10ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇപ്പോ ചതുർശ്ലോകി ഭഗവത്ഗീത ഭഗവാന്റെ തിരുമുഖത്തും ശ്രവിച്ചതിന് ശേഷം ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചിട്ട് വർണ്ണിക്കാനായിട്ട് അർജുനന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ തന്റെ വിഭൂതികളെ വിവരിക്കും. അപ്പോ അർജുനന്റെ അഭ്യർത്ഥനകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്ലോകം 15 വായിച്ചു നിർത്തിയത്. ശ്ലോകം 16 തുടങ്ങി നമുക്ക് നോക്കാം. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തിമർഹസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാസ്ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തുർമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരി ഓം. ഹരേ കൃഷ്ണ. ഭക്തുർമർഹസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഭക്തുമർഹസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാസ്ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തുർമർഹസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയാ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. ഭക്തുമർഹസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയാ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഭക്തിമാർഗസ്യ ശേഷേണ ദിവ്യാത്മവിഭൂതയാഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാസ്ത്വം വ്യാപ്യ തിഷ്ഠസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. ഹി തീർച്ചയായും, യാഭിഹി വിഭൂതിഭിഹി ഏതെല്ലാം വിഭൂതികളെ കൊണ്ട്, ഇമാൻ ലോകാൻ ഈ ലോകങ്ങളിൽ,
വ്യാപിച്ചിട്ട് ത്വം അങ്ങ് തിഷ്ടസി സ്ഥിതി ചെയ്യുന്നുവോ ദിവ്യാഹ ദിവ്യങ്ങളായ ആത്മവിഭൂതയ ആ ആത്മവിഭൂതികളെ അശേഷേണ ഒട്ടൊഴിയാതെ വക്തുമർഹസി പറയുവാൻ ദയവുണ്ടായാലും. തീർച്ചയായും ഏതെല്ലാം വിഭൂതികളെ കൊണ്ട് ഈ ലോകങ്ങളിൽ വ്യാപിച്ചിട്ട് അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ ദിവ്യങ്ങളായ ആ ആത്മവിഭൂതികളെ ഒട്ടൊഴിയാതെ പറയുവാൻ ദയവുണ്ടായാലും. ഭഗവാനെ കുറിച്ചിട്ടുള്ള വാസ്തവം സ്വയം ഭഗവാന്റെ തിരുമുഖത്ത് തന്നെ അർജുനൻ ശ്രവിച്ചു. അഹം സർവസ്യ പ്രഭവഃ, എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനം, ഉറവിടം ഞാനാണ് എന്ന് ഭഗവാൻ തന്നെ അർജുനനോട് നേരിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, ഭഗവാനെ അറിയാനുള്ള ബുദ്ധിശക്തി, അറിവ്, ഇതെല്ലാം തന്നെ അർജുനന് കൈവന്നിരിക്കുന്നു. പിന്നെയും എന്തുകൊണ്ടാണ് അർജുനൻ ഇത്തരത്തിലുള്ള ആ വിഭൂതികളെ പറ്റി പറയാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് അർജുനന് വേണ്ടിയിട്ടല്ല അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം കേൾവിക്കാര് പൊതുവെ പലതരത്തിലുള്ളവരാണ്. ഒന്ന് ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടീസ്, അവർക്ക് കേട്ടാൽ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അർജുനൻ നേരിട്ടത് കേട്ടു ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന്. പിന്നെ മറ്റുള്ളൊരു കൂട്ടർ, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർക്ക് കേട്ടാൽ മാത്രം പോരാ, അവർക്ക് കാണുകയും കൂടിയും ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർക്ക് ഈ കേട്ടത് കൊണ്ടുമായില്ല, കണ്ടത് കൊണ്ടുമായില്ല, അവർക്ക് അനുഭവിച്ചറിയണം. പിന്നത്തെ ഒരു കൂട്ടരുടെ കാര്യം പറയുകയും വേണ്ട, കാരണം അവർക്ക് കേട്ടാലും കണ്ടാലും അനുഭവിച്ചാലും മനസ്സിലാക്കാത്ത ചില കൂട്ടരുണ്ട്. അപ്പോ നമ്മളൊക്കെ ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒരു വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഇവിടെ അർജുനൻ ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് ശ്രവിച്ചു, ഭഗവാനെ നേരിട്ട് കണ്ടു, എല്ലാം തന്നെ അർജുനൻ മനസ്സിലാക്കിയതിന് ശേഷവും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഇത് ചോദിക്കുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്ന്, ഇപ്പോ ഈ TV-യിൽ നമ്മൾ ഈ ടോക്ക് ഷോ ഒക്കെ കാണും അല്ലെ? ഇപ്പോ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം, ചോദ്യം ചോദിക്കുന്ന ഒരാളിരിക്കുന്നുണ്ടാവും, ഒരു ഡോക്ടറും ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ആഴ്ച ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് വന്നിരുന്നു. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ആള് ഈ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനോട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചിട്ട്, അതിനുള്ള പ്രതിവിധികളെ കുറിച്ചെല്ലാം ചോദിച്ചറിയും. പിന്നെ അടുത്ത ആഴ്ച ഇതേ ചോദ്യകർത്താവ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ കിഡ്നി സ്പെഷ്യലിസ്റ്റിനോട് ഈ ചോദ്യകർത്താവ് വീണ്ടും കിഡ്നിയുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിന് അടുത്ത ദിവസം വരുന്നത് ചിലപ്പോ ഏതെങ്കിലും ഈ ത്വക്ക് രോഗ വിദഗ്ധനായിരിക്കും. അപ്പോ ആ പ്രാവശ്യവും ഈ ചോദ്യകർത്താവ് ഇത് തന്നെയായിരിക്കും, പല പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം ഈ ചോദ്യകർത്താവിന് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാണോ? അല്ല. ഇത് നമ്മളെപ്പോലെ ഈ TV കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, അതിൽ പലതരത്തിലുള്ള രോഗികളുണ്ട് അവർക്കും. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ചോദ്യകർത്താവ് ഡോക്ടർമാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രയോജനം കിട്ടുന്ന ആരൊക്കെയാണ്? അത് കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക്. അപ്പൊ അതുപോലെ തന്നെ അർജുനൻ ഭഗവാനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഭഗവാൻ പറയുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്കാണ്. അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും, നമ്മളെ പോലെയുള്ള പലരും കൃഷ്ണന്റെ വ്യക്തി രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകില്ല. പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭഗവാന്റെ വിശ്വരൂപ ദർശനം
പക്ഷെ ഒരു ഭക്തൻ ഒരിക്കലും ഭഗവാന്റെ ആ സച്ചിദാനന്ദമയമായിട്ടുള്ള ആ ശ്യാമസുന്ദര രൂപം കാണാനാണ് ഒരു ഭക്തൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ ഭഗവാൻ അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശ്ലോകം 17. കഥം വിദ്യാമഹം യോഗിൻ സ്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. കഥം വിദ്യാമഹം യോഗിൻ സ്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. കഥം വിദ്യാമഹം യോഗിൻ സ്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. ഹരേ കൃഷ്ണ. ദീക്ഷ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥം വിദ്യാമഹം യോഗിം വിശ്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥം വിദ്യാമഹം യോഗിം സ്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥം വിദ്യാമഹം യോഗിൻ സ്താം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്തോസി ഭഗവന്മയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥം വിദ്യാമഹം യോഗീൻ സ്ത്വം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. ഹരേ കൃഷ്ണ. കൃഷ്ണ. കഥം വിദ്യാമഹം യോഗിൻ ത്വം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്തയോസി ഭഗവന്മയാ. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കഥം വിദ്യാമഹം യോഗിം സ്താം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്യോസി ഭഗവന്മയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കഥം വിദ്യാമഹം യോഗിം സ്താം സദാ പരിചിന്തയാ കേഷു കേഷു ച ഭാവേഷു ചിന്തയോസി ഭഗവാൻമയാ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. യോഗിൻ, ഹേ യോഗേശ്വരനായ കൃഷ്ണ, ഭഗവാനെ, ത്വാം അങ്ങയെ, അഹം ഞാൻ, സദാ നിരന്തരം, പരിചിന്തയൻ ധ്യാനിക്കുന്നതും, വിദ്യാം അറിയുന്നതും, കഥം എങ്ങനെ വേണം, കേഷു കേഷു ഭാവേഷു ച ഏതെല്ലാം രൂപങ്ങളിലാണ്, മയ ഞാൻ അങ്ങയെ, ചിന്ത്യഹ അസി ഓർക്കേണ്ടത്. ഹേ യോഗേശ്വരനായ കൃഷ്ണ, ഭഗവാനെ, അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നതും അറിയുന്നതും എങ്ങനെ വേണം, ഏതെല്ലാം രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടത്. അപ്പൊ അതിനർത്ഥം അർജുനൻ ഭഗവാനെ ഇതുവരെ ഓർത്തിട്ടില്ല എന്നാണോ? അല്ല. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ ഭഗവാന്റെ വിഭൂതികള് ഭക്തരല്ലാത്തവരെ കാണിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം അർജുനന് ഭഗവാനെ കുറിച്ച് എല്ലാം അറിയാം. പിന്നെ ആർക്കാണ് ഭഗവാന്റെ വിഭൂതികൾ കാണാനായിട്ടുള്ള ആഗ്രഹം? അത് സാധാരണക്കാർ, ഭക്തിയുത സേവനം അനുഷ്ഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട്. കാരണം ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്കറിയാം ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. കാരണം അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയാ മാം അഭിജാനാതി, എന്നെ ഭക്തി കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കറകളഞ്ഞ ഭക്തന്മാര്, അവരോടാണ്
ഞാൻ എപ്പോഴും കൂടുതൽ അനുകമ്പ കാണിക്കുന്നത്. മാം ചെയ്യോ അവ്യഭിചാരേണ, കറകളഞ്ഞ ഭക്തി. ആരാണ് കറകളഞ്ഞ ഭക്തിയോട്ട് എന്നെ സേവിക്കുന്നത്, അവര് ആ ബ്രഹ്മപദത്തിൽ എത്തിയവരാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കാത്ത സാധാരണക്കാര്, അവർക്ക് എങ്ങനെ കൃഷ്ണനെ അറിയാനായിട്ട് കഴിയും? അവർക്ക് കൃഷ്ണനെ അറിയണം എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ തന്റെ വിഭൂതികളെ കുറിച്ച് വർണ്ണിക്കണം. അങ്ങനെ കൃഷ്ണന്റെ വിഭൂതികളിൽ കൂടി മാത്രമേ സാധാരണക്കാർക്ക് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് അവരുടെ നന്മയെ കരുതിയിട്ടാണ് അർജുനൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നത്. അതാണ് ഒരു വൈഷ്ണവന്റെ മഹിമ എന്ന് പറയുന്നത്, അനുകമ്പ, ദയ. കാരണം മറ്റുള്ളവര് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹം അത് വൈഷ്ണവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രീമദ് ഭാഗവതത്തില് മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്, ഗുണാധികാൻ മുതം ലിപ്സേത് അനുക്രോശം ഗുണാതമാൻ മൈത്രിം സമാനം അന്യച്ചേൻ താപൈ അനുഭൂയത്തെ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ളവരോട് നമ്മള് എപ്പോഴും വളരെ ഭക്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോട്ട് നമ്മൾ പെരുമാറണം. പിന്നെ അനുക്രോശം ഗുണാതമാൻ, നമ്മളേലും താഴ്ന്ന ലെവലിലുള്ളവരോട് നമ്മളെപ്പോഴും അനുകമ്പയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറണം. പിന്നെ മൈത്രിയും സമാനം, നമ്മളുടെ തന്നെ തലത്തിലുള്ളവരോട് നമ്മള് മിത്രതാഭാവത്തിൽ, സുഹൃത് ഭാവത്തിൽ നമ്മൾ പെരുമാറണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് താപത്രയങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുള്ളൂ എന്ന് മഹാദേവൻ പാർവതിയോട് പറയുന്നുണ്ട്. അപ്പോ ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും പ്രത്യക്ഷീഭവിക്കുന്നില്ല. ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ട്, അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം ന അഭിജാനാദി എന്ന് പറയുന്നുണ്ട്. മൂഢന്മാർക്ക്, ഔഷാദികൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, കാരണം ഞാൻ അവർക്ക് പ്രത്യക്ഷീഭവിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം ഭഗവാൻ ഭക്തന്മാരോടാണ് കൂടുതൽ പ്രിയം കാണിക്കുന്നത്. ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ, ഈ ചതുശ്ലോകി ഭഗവത്ഗീത നമ്മൾ വായിച്ചു, തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ എന്ന് പറയുന്നുണ്ട്. ഭക്തന്മാരോട് അനുകമ്പ തോന്നുമ്പോൾ ഭഗവാൻ അവരുടെ ആ അജ്ഞാനമെല്ലാം ദൂരീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഭക്തന്മാര് അങ്ങനെയല്ല. ഭക്തന്മാര് സാധാരണക്കാരോടാണ് അനുകമ്പ കാണിക്കുന്നത്. അവരെ ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കും. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര സമയത്ത് ജഗായ് മതായ് ഈ ജയവിജയന്മാരുടെ തന്നെ ഈ കലിയുഗത്തിൽ അവതാരം ആയിരുന്നു. അവര് കള്ളുകുടിയന്മാരായിരുന്നു. എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും അവർ ചെയ്തിരുന്നു. അപ്പൊ അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നിത്യാനന്ദ പ്രഭു, ഹരിദാസ് ഠാക്കൂർ, ഇവരെല്ലാം തന്നെ അവരെ പലപ്പോഴും സമീപിക്കാറുണ്ട്. അപ്പോ ഒരിക്കൽ ഇതുപോലെ ഈ ജഗായ് ഈ ബോട്ടിലിന്റെ ഒരു പീസ് എടുത്തിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ നേരെ എറിഞ്ഞിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ നെറ്റി മുറിഞ്ഞിട്ട് ചോര വന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു ചക്രമെടുത്തു. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാല് പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങയുടെ ഈ അവതാരത്തിലെ ഉദ്ദേശം ഇവരെ ശത്രുക്കളെ നിഗ്രഹിക്കലല്ല, അവരെ ഉദ്ധരിക്കലാണ്. അത് കാരണം അങ്ങ് ദയവിത് ചക്രായുധം പിൻവലിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്. അങ്ങനെ ഭക്തന്മാരെല്ലാവരും തന്നെ സാധാരണ ജനങ്ങളോട് അനുകമ്പ കാണിക്കുന്നവരാണ്. ശ്രീല പ്രഭു ആദര് ഈ 70ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇത്രയധികം കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അദ്ദേഹം ആ ശ്രീമദ് ഭാഗവതം അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഈ കൊടും വെയിലത്ത് ഡൽഹിയിലത്തെ തിരുവതികളിൽ കൂടെ 25 പൈസ 50 പൈസ യാചിച്ചുകൊണ്ട് അദ്ദേഹം നടന്നിട്ടുണ്ട് ആ കാലത്ത്. അത് മാത്രമല്ല പ്രിന്റിംഗ് പ്രസ്സിൽ ദിവസവും കയറി ഇറങ്ങും, തർജ്ജമ ചെയ്തത് എഴുതി കൊടുക്കത്, പിന്നെ അത്
പ്രൂഫ് റീഡിങ്ങിന് 3 പ്രാവശ്യം പോകണം, പിന്നെ അത് പബ്ലിഷിങ് എന്തായി എന്ന് നോക്കണം, പിന്നെ അത് കഷ്ടത്ത് വെച്ചുകൊണ്ട് അത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങണം. അദ്ദേഹം ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയെ കണ്ടിട്ടുണ്ട്, പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈനെ കണ്ടിട്ടുണ്ട്, UP ഗവർണറെ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള സഹായങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം സുമതി മൊറാർജിയുടെ കരുണ കൊണ്ട് അദ്ദേഹം ചരക്ക് കപ്പലിൽ കയറിയിട്ട് 14 ദിവസത്തെ കടൽ യാത്ര ചെയ്ത് അദ്ദേഹം അമേരിക്കയിൽ പോയി. അവിടെ പോയിട്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം സാധാരണ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോ ഭക്തന്മാരങ്ങനെ മറ്റുള്ള ജനങ്ങളോട് അവർ എപ്പോഴും അനുകമ്പ കാണിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനൻ നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് ഭഗവാനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അർജുനൻ. ശ്ലോകം 18. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്ത്യർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്ത്യർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. വിസ്തരേണാത്മനോ യോഗം വിഭൂതി ച ജനാർദ്ദന ഭൂയ കഥയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയാ കഥയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന യഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹരേ കൃഷ്ണ. കൃഷ്ണ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ജനാർദ്ദന, ഹേ ജനാർദ്ദന, ആത്മനഃ അങ്ങയുടെ യോഗം യോഗശക്തിയെയും വിഭൂതിം ച വിഭൂതികളെ പറ്റിയും വിസ്തരേണ വിശദമായി ഭൂയഃ വീണ്ടും വീണ്ടും കഥയഃ വിവരിച്ചു തരൂ. മേ എനിക്ക് അമൃതം അങ്ങയുടെ അമൃതതുല്യമായ വാക്കുകളെ ശൃണ്വതഃ കേട്ടിട്ടും കേട്ടിട്ടും തൃപ്തിഹി ന അസ്തി തൃപ്തി വരുന്നില്ല. ഹേ ജനാർദ്ദന അങ്ങയുടെ യോഗശക്തിയെയും വിഭൂതികളെ പറ്റിയും വിശദമായി വീണ്ടും വീണ്ടും വിവരിച്ചു തരൂ. എനിക്ക് അങ്ങയുടെ അമൃതതുല്യമായ വാക്കുകളെ കേട്ടിട്ടും കേട്ടിട്ടും തൃപ്തി വരുന്നില്ല. അതാണ് കൃഷ്ണന്റെ ഉപദേശങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത്, കൃഷ്ണന്റെ ലീലകളുടെ മഹത്വം. ഇതെല്ലാം അമൃതിന് തുല്യമാണ്. ശ്രീലപ്രഭുവാര് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഒരു ശ്ലോകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനകാദി ഋഷികൾ സൂതഗോസ്വാമിയോട് ചോദിക്കുന്നതാണത്. വയം തുനവൃത്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനം
സാധു സാധു പതേ പതേ. ഇപ്പോ പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ് ഗോസ്വാമി ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സദസ്സില് ഈ സൂത ഗോസ്വാമിയും ഉണ്ടായിരുന്നു. അപ്പോ അതിനുശേഷം ആ ലീലയ്ക്ക് ശേഷം സൂത ഗോസ്വാമി വീണ്ടും പര്യടനത്തിന് ഇറങ്ങിത്തിരിച്ച സമയത്താണ് നൈമിഷാരണ്യത്തിൽ എത്തിച്ചേരുന്നത്. അപ്പൊ അവിടെ ഈ ശൗനകാദി ഋഷികൾ 81,000 ഋഷിമാര് ഒരു വലിയ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന യാഗം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് മുക്തിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, കലിയുഗത്തിലെ കൽമഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് അവര് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സദസ്സിലേക്ക്, യാഗശാലയിലേക്ക് സൂത ഗോസ്വാമി കയറിച്ചില്ല. അപ്പോ അദ്ദേഹം കയറി ചെന്നപ്പോൾ ഋഷിമാർക്കെല്ലാം വലിയ സന്തോഷമായി. ഉടനെ തന്നെ അവരെല്ലാം അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് ഭഗവാനെ പറ്റിയുള്ള ലീലകളെ പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മൾ ഒരിക്കലും തന്നെ വിതൃപ്യാമാം ഭഗവാനെ കുറിച്ചിട്ടുള്ള ആ ലീലകൾ ശ്രവിച്ചിട്ട് നമുക്ക് ഒരിക്കലും തന്നെ ഒരു ക്ഷീണം തോന്നില്ല. കാരണം എന്താണ്? യസ് ശൃണോതാം രസജ്ഞാനം. അത് ജ്ഞാനത്തിന്റെ എല്ലാം തന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്നൊക്കെ പറയില്ലേ, ബോട്ടിൽ വരുന്നത്, അതുപോലെ തന്നെ എല്ലാം തന്നെ അതില് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഭഗവാന്റെ ലീലകളിൽ. അത് മാത്രമല്ല, അത് സാധു സാധു പതേ പതേ. അത് നമ്മൾ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിന്റെ ആ രസം അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ആരാണോ ഭഗവാനുമായിട്ട് ആ ദിവ്യമായിട്ടുള്ള ആ ബന്ധത്തില് ഏർപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഈ ലീലകളുടെ വിവരണത്തെ ഓരോ കാൽവെപ്പിലും ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ശ്ലോകത്തിലും അമൃതം എന്നാണ് അർജുനൻ പറയുന്നത്. കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഏതൊരു വിവരണവും അത് അമൃതോപമമാണ്. ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്. നമ്മുടെ ശിഷ്ടാഷ്ടത്തിൽ പറയുന്നുണ്ട് പൂർണ്ണാമൃത സ്വാദനം എന്ന് പറയുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും അമൃത് തന്നെയാണ്, അതിലല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അതിൽ നിന്നൊന്നും തന്നെ മാറ്റിക്കളയാനില്ല ഭഗവാന്റെ ലീലകളിൽ. പിന്നെ നമ്മൾ ഭൗതിക കഥകൾ ഇപ്പോ ഒരു ഉദാഹരണം പറയാൻ തന്നെ ഇപ്പൊ ഈ ഹോളിവുഡ് സിനിമ, ബോളിവുഡ് സിനിമ എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണുന്നവരുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഇപ്പൊ ബന്ധുക്കളൊക്കെ ഇപ്പൊ വിദേശത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവര് പറയും നമുക്കൊന്നുകൂടെ പോയി കാണാം എന്ന് പറയുമ്പോ അവര് പോവും. പക്ഷെ അവര് പറയും ഞാനിതൊരു പ്രാവശ്യം കണ്ടതാണ് എന്ന് പറയും. എന്നാലും ശരി, നിർബന്ധിച്ചാല് നമ്മൾ കൂടെ പോകും. പിന്നെ മൂന്നാമത് വേറെ ആരെങ്കിലും വരുമ്പോ അവര് പറയും ഞാൻ 2 പ്രാവശ്യം പോയതാണ്, എനിക്ക് പോകണ്ട എന്ന് പറയും. അപ്പൊ അത്രയേ ഉള്ളൂ ഭൗതികമായിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് നമുക്ക് എത്ര തന്നെ കേട്ടാലും നമുക്കത് മതി വരില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവത സപ്താഹം എല്ലാ വർഷവും ഒരേ അമ്പലത്തിൽ തന്നെ എല്ലാ വർഷവും ഭാഗവത സപ്താഹം നടത്തുന്നുണ്ടാവും. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഭഗവാന്റെ ആ 10ാം സ്കന്ധത്തിലുള്ള ലീലകൾ തന്നെയായിരിക്കും എല്ലാ ആചാര്യന്മാരും വിവരിക്കുന്നത്. പക്ഷെ എന്നാലും അതേ ഇരുന്നിരുന്ന് കേൾക്കുന്ന ഒരേ സദസ് ഉണ്ടായിരിക്കും എല്ലാ വർഷവും. അതുപോലെ തന്നെ ഇപ്പൊ ഭഗവാന്റെ ദാമോദര ലീല കാർത്തിക മാസത്തിൽ നമ്മള് 1 മാസം മുഴുവൻ നമ്മൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് ശ്രവിക്കുന്നത്. പക്ഷെ നമുക്കത് കേട്ടിട്ട് ഒരിക്കലും ഒരു അതൃപ്തി തോന്നാറില്ല. അതുപോലെ തന്നെ ഈ രാമായണ മാസം 1 മാസം മുഴുവൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ ലീലകള് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും ഒരു അതൃപ്തി വരുത്താത്തതാണ്. അതാണ് ആ ഭഗവാന്റെ ലീലകളുടെ മഹിമ എന്ന് പറയുന്നത്. കാരണം അത് അമൃതോപമമാണ്. അത് സാധു സാധു പതേ പതേ. അത് ഓരോ പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കൂടി വരുന്നതല്ലാതെ ഇത് ഒരിക്കലും കുറയുന്നില്ല. പിന്നെ അർജുനൻ പറയുന്നത് വിസ്തരയാണ്. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് വിസ്തരിച്ച് പറഞ്ഞു തരാനാ പറയുന്നത്.
ഇതിനു മുമ്പ് അർജുനൻ ഇതെല്ലാം കേട്ടതാണ് അല്ലെ. 6-ാം അധ്യായത്തിൽ, 7-ാം അധ്യായത്തിൽ, 8-ാം അധ്യായത്തിൽ, 9-ാം അധ്യായത്തിൽ എല്ലാം ആ ഭഗവാൻ തന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ വീണ്ടും അർജുനൻ പറയുന്നു, എനിക്കത് കേട്ടിട്ടും മതി വരുന്നില്ല. വീണ്ടും വീണ്ടും പറഞ്ഞൊരു തൃപ്തി ന അസ്തി, എനിക്കത് മതി വരുന്നേ ഇല്ല എന്നാ പറയുന്നത്. ഇത്രയും അമൃതോപമായിട്ടുള്ളതാണ് ഭഗവാന്റെ ലീലകൾ. ഗോപീഗീതത്തിലും പറയുന്നുണ്ടല്ലോ, തവ കഥാമൃതം തത്വജീവനം എന്ന് പറയുന്നുണ്ട്. അത് ഭഗവാന്റെ ലീലകൾ അമൃതമാണ്. ചൈതന്യ മഹാപ്രഭു ഗദാധര പണ്ഡിറ്റിനോട് എല്ലാ ദിവസവും ഒരേ ലീലകൾ തന്നെ വർണ്ണിക്കാൻ പറയുന്നത്. കാരണം അത് കേട്ടാലും മതി വരില്ല. അതാണ് ഭഗവാന്റെ ലീലകളുടെ മഹത്വം. അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ഭഗവാന്റെ ലീലകളെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോ ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 19. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിബോധയഃ പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിബോധയഃ പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതാ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിബോധയഃ പ്രാധാന്യതാ കുരുക്ഷേത്ര നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയഃ പ്രാധാന്യത്തെ കുരു ശ്രേഷ്ഠ നാസ്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാത്മാവിഭൂതയഃ പ്രാധാന്യതാ കുരു ശ്രേഷ്ഠ നാസ്ത്യോന്തേ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അന്തതേ കഥയിഷ്യാമി ദിവ്യാത്മാവിഭൂതയ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച അന്തതേ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയാ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതാ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാര വിവർത്തനം ഭാവാർത്ഥം. ശ്രീ ഭഗവാനുവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, കുരുശ്രേഷ്ഠ, ഹേ അർജുന, ദിവ്യാഹ ദിവ്യങ്ങളായ മേ എന്റെ ആത്മവിഭൂതയാ വിഭൂതികളിൽ പ്രാധാന്യത പ്രധാനമായവയെ തേ നിനക്ക് കഥയിഷ്യാമി ഞാൻ പറഞ്ഞു തരാം. ഹി എന്തെന്നാൽ മേ എന്റെ വിസ്തരസ്യ വിസ്തരിച്ചുള്ള വിഭൂതികൾക്ക് അന്തഃ അവസാനം ന അസ്തി ഉണ്ടാകുകയില്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ദിവ്യങ്ങളായ എന്റെ വിഭൂതികളിൽ പ്രധാനമായവയെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നാൽ എന്റെ വിസ്തരിച്ചുള്ള വിഭൂതികൾക്ക് അവസാനം ഉണ്ടാകുകയില്ല. ഇപ്പോ അർജുനന്റെ കഴിഞ്ഞ ശ്ലോകത്തിലെ ചോദ്യത്തിന് ആണ് ഭഗവാൻ ഇതിന്റെ മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. കാരണം കഴിഞ്ഞ ശ്ലോകത്തില് അർജുനൻ ആവശ്യപ്പെടുന്നുണ്ട്, വിസ്തരേണ കഥയഹ, അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്, അങ്ങനെ ഞാൻ വിസ്തരിച്ച് പറയാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവസാനം ഉണ്ടാകില്ല.
അതുകൊണ്ട് ഞാൻ എൻ്റെ വിഭൂതികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതാണ് ഭഗവാൻ കൃഷ്ണന്റെ വിഭൂതികളുടെ മഹത്വം. അത് അമേയമാണ്. ഒരു വ്യക്തിഗത ജീവാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ് ഭഗവാന്റെ വിഭൂതികൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ നാമങ്ങൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഗ്രഹിക്കാനായിട്ട് പ്രയാസമാണ് എന്ന് ഭക്തിരസാമൃത സിന്ധു പറയുന്നുണ്ട് അല്ലെ. അത് ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേഹി. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ അപൂർണമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എങ്ങനെ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പക്ഷെ ഭക്തിരസാമൃത എന്ന് പറയുന്നത് എന്താണ്? സേവൻ മുഖേഹി ജിഹ്വാദവും സ്വയം ഏവ സ്ഫുരത്യതഃ. നമ്മൾ ഭഗവാന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ദിവ്യനാമങ്ങളെ കുറിച്ചും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ തികച്ചും കൃഷ്ണനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തില് അറിയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലൊന്നുമല്ല ഭക്തന്മാര് ഭഗവാന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നത്. കാരണം ഭഗവാനെ കുറിച്ചിട്ടുള്ള അവരുടെ ചിന്തകള്, അതുപോലെ തന്നെ എങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താം, ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഭഗവാന് എപ്പോഴും ഭക്തന്മാര് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നതാണ് നേരിട്ട് ഭഗവാന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ ആ ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദം, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. വളരെ വളരെ കഷ്ടപ്പെട്ട് രാവിലെ 3 മണിക്കൊക്കെ പൂ പറിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ മഴയത്ത് ദൂരെ നിന്ന് മംഗളാരതിക്ക് വരുന്നത്, അതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം തന്നെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതാണ് അവരെ ആനന്ദഭരിതരാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ കുറിച്ചുള്ള കഥാശ്രവണം അത് ഭക്തന്മാരെ എപ്പോഴും ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചിട്ടും ഭഗവാന്റെ വിവിധ ശക്തികളെ കുറിച്ചിട്ടും ചർച്ച ചെയ്യുക, കേൾക്കുക, അതിലാണ് ഭക്തന്മാര് ആനന്ദം കണ്ടെത്തുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മച്ചിത്താമദ്ഗത പ്രാണ ബോധയന്താ പരസ്പരം എന്ന് പറയുന്നുണ്ട്. പരസ്പരം അവര് തമ്മില്, ഭക്തന്മാര് തമ്മില് അവര് എൻ്റെ ലീലകളെ കുറിച്ചിട്ട് അവര് ചർച്ച ചെയ്തിട്ട് അവര് മദ്ഗത പ്രാണ, അവര് എൻ്റെ തന്നെ അവര് പൂർണ്ണമായിട്ടും അവരുടെ പ്രാണനെ അർപ്പിച്ചുകൊണ്ട് അവരങ്ങനെ ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ജീവാത്മാക്കൾക്ക് കൃഷ്ണന്റെ വിഭൂതികളെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഭഗവാന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് പ്രാധാന്യത, ഞാൻ പ്രധാനമായിട്ടുള്ള എൻ്റെ ആവിഷ്കരണങ്ങളെ പറ്റി മാത്രം ഞാൻ വിസ്തരിക്കാം എന്ന് ഭഗവാൻ പറയുന്നത്. പ്രാധാന്യത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് അത്. കാരണം ഭഗവാന്റെ ഭാവങ്ങള്, അർജുനൻ ചോദിക്കുന്നുണ്ട്, കേഷു ഭാവേഷു, ഏതൊക്കെ ഭാവങ്ങളിലാണ് എന്നുള്ളത് പറഞ്ഞു തരാൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഭഗവാന്റെ ഭാവങ്ങളെ അത് 1000 നാവുള്ള അനന്തന് പോലും ഭഗവാന്റെ മഹിമ വർണ്ണിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയാൻ തന്നെ ഇല്ല. ശ്രീരാപ്രഭുവരുടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ശൂന്യവാദികൾക്ക് അല്ലെങ്കിൽ ബഹുദേവതാവാദികൾക്ക് ഭഗവാന്റെ സവിശേഷമായിട്ടുള്ള ഐശ്വര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം ഇവരെല്ലാം തന്നെ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ, വിഭൂതികൾ, ഇതെല്ലാം തന്നെ പലതരത്തിലും ഈ ലോകത്തില് കാണുന്നുണ്ടായിരിക്കും.
ഭഗവാൻ ഈ ദ്വാപരയുഗത്തിൽ അവതരിച്ച സമയത്ത് തന്നെ എത്ര പേർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു? ആർക്കൊക്കെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതെല്ലാം തന്നെ നമുക്ക് മഹാഭാരതത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരിട്ട് കണ്ടിട്ട് പോലും ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചിട്ട് പലർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ പ്രധാനമായിട്ടുള്ള എൻ്റെ വിഭൂതികളെ പറ്റി മാത്രം വിവരിക്കാം എന്നിവിടെ ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം.